പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുടെ മധ്യത്തിൽ മുൻപാകെ നിൽക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചനകളെ അറിയിപ്പാനും സ്വർഗത്തിലെ ദൈവം ഈ ഭൂപ്പരപ്പിൽ ഒരു അവസരം കൂടെ നൽകിയല്ലോ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. മുഖവരകളൊന്നും കൂടാതെ ദൈവവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ന്യൂ ഇയറിനോടുള്ള ബന്ധത്തിൽ ഒരു ദൂതാണ് എടുക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ആദ്യം ഒരു ദൂതിട്ടു, നിങ്ങൾ ധൈര്യത്തോടെ പ്രവർത്തിച്ചു കൊള്ളുവിൻ, യഹോവ നല്ലവരോട് കൂടെ ഉണ്ട്. എന്നാൽ ഈ 2025 വാക്തത്വം എന്ന് പറയുന്നത്, നമുക്ക് ദൈവാത്മാവ് അറിയിക്കുന്ന ദൂത് വാക്തത്വങ്ങളെ പുതുക്കിക്കൊടുക്കുന്ന ദൈവം. അതിനുവേണ്ടി ദൈവവചന ചിന്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ 2024 നമ്മെ വിട്ട് കടന്നു പോകുന്നു. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. ഒരു വർഷക്കാലം നമ്മെ കാത്തു പരിപാലിച്ച ആ നല്ല ദൈവത്തിന് നന്ദി കരയേറ്റുവാനാണ് നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് കയറുന്നത്. നമ്മെപ്പോലെ സമപ്രായക്കാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കുടുംബജീവിതത്തിൽ തലമുറകൾ ഒന്നും നഷ്ടപ്പെടാതെ ദൈവം കാത്തു പരിപാലിച്ചപ്പോൾ, കുടുംബജീവിതത്തെ തകർത്ത് കളയാതെ ദൈവം കാത്തു പരിപാലിച്ചപ്പോൾ, ആ നല്ല കർത്താവിൻ്റെ കരം നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തി ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി നിർത്തിയതോർത്ത് അടിയൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിഷയങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അനേക സംഭവങ്ങൾ പറയുവാനുണ്ട്, അതിന് സമയമില്ല. വാഗ്ദത്തങ്ങളെ പുതുക്കി കൊടുക്കുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കർത്താവ് 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ, ഇവരെ സൃഷ്ടിച്ചപ്പോൾ 2-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് തക്ക തുണയെ കൊടുക്കുന്നു. അതിനു മുൻപ് ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 26 മുതൽ 28 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ പെറ്റുപെരുകി സന്താന പുഷ്ടിയുള്ളവരായി തീരണം. ഒരു വാഗ്ദത്തമാണ് ദൈവം കൊടുക്കുന്നത്. ഈ വാഗ്ദത്തം ദൈവം കൊടുക്കുമ്പോൾ ഭൂമിയിൽ പെറ്റുപെരുകി സന്താന പുഷ്ടിയുള്ളവരെ സകലത്തിന്മേലും അടക്കി വാഴുവൻ. ഈ ദൂതാണ്. അപ്പോൾ സകലത്തിന്മേലും അധികാരം മനുഷ്യന് കൊടുത്തു. മനുഷ്യന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് 2-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെ മറന്ന്, ദൈവത്തിൻ്റെ ആലോചനകളെ മറന്ന് മനുഷ്യൻ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാത്താനാൽ പിടിപെട്ട് അവർ വീഴുവാനിടയായി. വാഴുവാൻ സൃഷ്ടിച്ച മനുഷ്യൻ വീണു എങ്കിലും ദൈവം കൈവിട്ടില്ല. പക്ഷെ തോട്ടത്തിനകത്ത് നിർത്തിയില്ല കേട്ടോ. സ്തോത്രം. വീണ മനുഷ്യനെ തോട്ടത്തിനകത്ത് നിർത്തിയില്ല. അറക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ, ഒരുക്കി നിർത്തിയിരുന്ന ഒരു കുഞ്ഞാടിനെ, വെളിപ്പാട് പുസ്തകം 13:8 ഇങ്ങനെ പറയുന്നു, അന്തർഗമനകട ലോകസ്ഥാപനത്തിനു മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാട്. എന്നാൽ വെളിപ്പാട് പുസ്തകം 5-ന്റെ 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുന്നു, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ലോകസ്ഥാപനത്തിന് മുൻപേ ഒരുക്കപ്പെട്ട കുഞ്ഞാട്. അതാണ് ശരി, ഒരുക്കി നിർത്തുന്നു. എന്നാൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ ഏകന്റെ ലംഘനത്താൽ പാപം ഭൂമിയിലേക്ക് കടന്നത് മാത്രമല്ല, മനുഷ്യനെ ഈ ഒരുക്കി നിർത്തിയിരുന്ന കുഞ്ഞാടിനെ വിശ്വാസത്താൽ പറഞ്ഞാൽ അവിടെ 3-21 ഉൽപ്പത്തി 3-21 അറക്കപ്പെട്ടു. അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവർ തോലുടുപ്പിച്ചു. സ്വന്തം അണിയലുകൾ ഉണ്ടായി, എന്നാൽ അതിന് ശേഷം തോലുകൊണ്ട് അവരെ ഉടുപ്പിച്ചു. അവരെ, എൻ്റെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ, അവരെ കുറവുകളെ, അവരുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അവരെ പുറത്താക്കി. ദൈവ കുഞ്ഞാടിന് നെല്ലായി നിൽക്കുന്ന ആട്ടുകൊറ്റനെ അറുത്ത് അവർക്ക് തോലുടുപ്പിച്ചു. ആ രക്തം ദൈവ കുഞ്ഞാട് യേശുക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നു. വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്താണ് വാഗ്ദത്തം പുതുക്കിയത്? മനുഷ്യൻ തെറ്റിപ്പോയി. വാഴുവാൻ സകലത്തിന്മേലും അടക്കി വാഴുവാൻ സൃഷ്ടിച്ച മനുഷ്യൻ വീഴുവാനിടയായി. 3-ാം അധ്യായത്തിൽ വീഴുവാനിടയായി. 2-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു,
തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ച് അറിവുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അതിന്റെ അർത്ഥം എന്നാ? സ്തോത്രം, ഇപ്പോൾ തിന്നരുതെന്നല്ലേ അർത്ഥം. സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നെന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂൾ പഠിച്ച് സ്തോത്രം വചനം ധ്യാനിച്ച് ക്രിസ്തു എന്ന തലയോളം വളർന്നു വരുമ്പോൾ നിങ്ങൾക്കത് തിന്നാമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് ശരി. സ്തോത്രം, തിന്നരുതെന്നേ പറഞ്ഞോളൂ. സ്തോത്രം, ഇപ്പോൾ തിന്നരുതെന്ന് പറഞ്ഞുള്ളൂ. നിങ്ങൾ വളർന്നു വരട്ടെ. ഇപ്പോൾ തിന്നു കഴിഞ്ഞാൽ നിങ്ങളെ സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഇപ്പോൾ തിന്നരുത് എന്നുള്ള അർത്ഥത്തിലാണ് ദൈവം പറയുന്നത്. നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം വളരുമ്പോൾ ഇതൊക്കെ തോട്ടത്തിലെ വൃക്ഷങ്ങൾ, രക്ഷ, മാനസാന്തരം, വിശ്വാസ സ്നാനം, ഇതെല്ലാം വരുമ്പോൾ വിശ്വാസം, കൂട്ടായ്മ, കർത്തൃമേശ, വിശുദ്ധി, വേർപാട്, ഇതെല്ലാം ചെയ്ത് നിങ്ങൾ ക്രിസ്തു ആത്മനിറവ്, വിശുദ്ധിയോട് നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം തരാം. ഈ നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ള വിഷയത്തിന്റെ ഫലം തിന്മാൻ തരാമെന്നാണ് ദൈവം പറഞ്ഞത്. അതിനു മുൻപേ ഇവർ നന്മ തിന്മകളെ തിരിച്ചറിയത്തക്ക സാത്താന്റെ വാക്ക് കേട്ട് അവർ പോയി. അങ്ങനെ ദൈവം മനുഷ്യനെ 1 മുതൽ നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായമൊക്കെ വരുമ്പോൾ മനുഷ്യൻ വീണത് മൂലം മൂത്ത കയ്യിൽ തെറ്റിപ്പോകുവാനിടയായി. ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ നന്മകൾ, അനുഗ്രഹങ്ങൾ, തേജസ്, ബഹുമാനം എല്ലാം നഷ്ടപ്പെട്ടു. അത് മാത്രവുമല്ല, എൻ്റെ ഓടിപ്പോകുകയാണ് എൻ്റെ ചില ചിന്താ വിഷയങ്ങൾ. അത് മാത്രമല്ല, തലമുറ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കയീൻ 4-ാം അധ്യായത്തിൽ കയീൻ ശാപഗ്രസ്തനായി മാറുന്നു, ശപിക്കപ്പെട്ടവനായി മാറുന്നു. എങ്കിലും ദൈവം അവനെ സ്നേഹിച്ച് അവന് വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു. വിഷയത്തിലേക്ക് വരാം. കയീന് സ്വന്തം അനുജനെ കൊല്ലുന്നു. അതുകൊണ്ട് കൊന്നതിന് ശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാം ജനിച്ചു മരിച്ചു എന്ന ദൈവവചനത്തിൽ കാണുമ്പോൾ 5-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരുത്തൻ ജനിച്ചു, പക്ഷേ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് ജനിച്ചു, കുടുംബം നോക്കി, തലമുറകൾക്ക് ജന്മം നൽകി. അതിനനന്തരം നേരെ എന്ത് ചെയ്തു? ദൈവത്തോട് 300 വർഷം കൂടെ നടന്നു. അങ്ങനെ അതും കൂടെ നടന്നത് മൂലം തൻ്റെ തലമുറയായ മെഥൂശലഹിനെ ബൈബിളിലെ ഏറ്റവും ആയുസ്സേകി ദൈവം മാനിച്ചു എന്ന് പറഞ്ഞാൽ, ഞാനൊരു പാട്ട് എഴുതിനകത്തുണ്ട്, തലമുറകളെ ദൈവം ആയുസ്സേകി മാനിച്ചു. അപ്പന്മാർ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ തലമുറകളെ ആയുസ്സേകി മാനിക്കും. ആ ദൂതിനു മുൻപിൽ അവിടെ നിർത്തുന്നു. പെട്ടെന്ന് പോകട്ടെ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് നേരെ മനുഷ്യൻ വഷളായി, മനുഷ്യൻ തെറ്റിപ്പോയി. 6-ാം അധ്യായത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം ദൈവം അനുതപിച്ചു, ദൈവം ദുഃഖിച്ചു. 6-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ലെന്ന് പറഞ്ഞ് മനുഷ്യന് ആയുസിനെ 120 ആക്കി. 950 സംവത്സരം. ഉൽപ്പത്തി പുസ്തകം 5:1-2 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: അവർ ദൈവം സൃഷ്ടിച്ച നാളിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവർക്ക് ദൈവം ആദാം എന്ന പേരിട്ടു. ആദാമിനും ഹവ്വയ്ക്കും ഒരേ ഒരു പേര്, ആദാം എന്ന് പേരിട്ടു. നാരി എന്ന് 2-ാം അധ്യായത്തിൽ നാരി എന്ന് പേരിട്ടതും 3-ാം അധ്യായത്തിൽ ഹവ്വ എന്ന് പേരിട്ടതും മനുഷ്യനാണ്. നാരി അവസാനം നാരിയായി മാറി. എൻ്റെ വിഷയം അതല്ല. വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ദൈവദാസന്മാരെ, ദാസിമാരെ, വിശ്വാസ കുടുംബങ്ങളെ, മക്കളെ, ജാതിമത സംഘടന വ്യത്യാസമെന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുകുട്ടികളെ, ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാഗ്ദത്തങ്ങളെ ദൈവം പുതുക്കി തരികയാണ്. നിങ്ങൾക്ക് ദൈവം പണ്ട് തന്ന വാഗ്ദത്തങ്ങൾ മറന്നു പോയാലും വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിച്ച് പുതുക്കി തരുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ആരാധിക്കുന്ന ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയത്, വാഗ്ദത്തങ്ങളെ തന്ന് മാനിച്ച ദൈവത്തിന് മഹത്വം കരയേറ്റാം. എന്താണ് വിഷയം? അടുത്തതായിട്ട് അങ്ങനെ ആയുസ്സേകി ദൈവം മാനിച്ചു. അവിടെ നിന്ന് വാഗ്ദത്തം പുതുക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9:1-28 ഉൽപ്പത്തി പുസ്തകം 1:28, ഉൽപ്പത്തി പുസ്തകം 9:7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം. 9:7 നോഹയോട് ദൈവം പറയുന്നു, നിങ്ങൾ പെറ്റുപെരുകി വീണ്ടും സന്താന പുഷ്ടിയുള്ളവരാകുവിൻ. 120 നിന്ന് നോഹ 950 സംവത്സരം ജീവിച്ചു. 9-ാം അധ്യായം പഠിക്കുമ്പോൾ മരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. 120 നിന്ന്
അവൻ 950 സംവത്സരം നോഹ ജീവിച്ചു. അടുത്ത ഭാഗം 10-ാം അധ്യായം 11-ാം അധ്യായം പഠിക്കുമ്പോൾ തലമുറകളെ ദൈവം ആയിശേക്ക് ദൈവം മാനിച്ചു. അങ്ങനെ അവൻ ബാക്കി ഭാഗങ്ങളെല്ലാം അറിയാമെന്നുള്ളത് കൊണ്ട് ആ ഭാഗം വിടുകയാണ്. എൻ്റെ ചിന്താവിഷയം വാഗ്ദത്തങ്ങളെ പുതുക്കി കൊടുക്കുന്ന ദൈവം. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ നിനക്ക് തന്ന വാഗ്ദത്തം നഷ്ടപ്പെട്ട് മറന്നു കിടക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ പുതുക്കി 2025 മാനിക്കുമെന്ന് ഈ ദൂത് ഏറ്റെടുത്താൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട് എന്ന് ദൈവാത്മാവ് ദൂത് അറിയിക്കുന്നു. അവിടുന്ന് 11:26 മുതൽ ഉള്ള ഭാഗങ്ങൾ അബ്രാം എന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഉൽപ്പത്തി പുസ്തകം 12 വാഗ്ദത്തം കൊടുക്കുന്നു. ആ വാഗ്ദത്തത്തെ വീണ്ടും പുതുക്കുവാനായി 15-ാം അധ്യായത്തിലേക്ക് ഇത് സർവശക്തനായ ദൈവം, അബ്രാമേ ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 17:1 കൂടെ വായിക്കുമ്പോൾ സർവശക്തിയായ ദൈവം വീണ്ടും ഇടപെടുകയാണ്. എന്താണ്? 15-ലെ യാഗം നിമിത്തം എല്ലാവരും പറയുന്ന ഒരു പദമാണ് പക്ഷിയെ പിളർക്കാത്തത് കൊണ്ട് റാഞ്ചൽ പക്ഷി ഇറങ്ങിയെന്ന സ്വത്ര ഗാഠനിദ്ര വന്നെന്ന. പക്ഷെ എൻ്റെ ചിന്താവിഷയം അങ്ങനല്ല. ഉറങ്ങിയത് കൊണ്ട് യാഗം പക്ഷിയെ പിളർക്കാത്തത് കൊണ്ടല്ല. ആ ലേവിയ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഈ വിൽക്കുന്നത് ഇന്നലെ തമിഴ് സംസാരിച്ചത് കൊണ്ടാണ്. സ്വത്ര തമിഴാണ് കയറി വരുന്നത്. തമിഴ് പ്രസംഗിച്ചിട്ട് 3 ദിവസം തമിഴ് ചർച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാര്യം, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. വാക്കിൽ എൻ്റെ തെറ്റ് വരുന്നത് ക്ഷമിക്കുക. അപ്പോൾ അവിടെ വായിക്കുന്ന പദം ഇങ്ങനെയാണ്. സ്തോത്രം, വാഗ്ദത്തം കൊടുത്തു. ഉൽപ്പത്തി 11:26 മുതൽ 25:8 വരെ അബ്രഹാം മരിക്കുന്നു. അബ്രഹാമിന് വാഗ്ദത്തം ഉൽപ്പത്തി 12 വാഗ്ദത്തം കൊടുക്കുന്നു. അവർ കനാനിൽ എത്തുന്നു. ചെയ്യേണ്ട വിധങ്ങൾ ദൈവം പറയുന്നു. 15-ാം അധ്യായത്തിലേക്ക് വീണ്ടും കയറി വരുമ്പോൾ 15-ാം അധ്യായത്തിൽ പക്ഷിയെ പിളർക്കരുത്, 2ആയി പിളർക്കരുത്, കഴുത്ത് പിരിച്ചു കൊല്ലണം കഴുത്തൊടിച്ചു കൊല്ലണമെന്നാണ് പ്രമാണം. ലേവിയ പുസ്തകം പഠിക്കുമ്പോൾ അത് ഉൽപ്പത്തിയിലല്ലേ ബസ്, ഇത് ലേവിയ പുസ്തകത്തിലാണെന്ന് പറഞ്ഞ് ചോദ്യം കൊണ്ട് വരരുത്. വന്നു കഴിഞ്ഞാൽ അതിനും മറുപടി തരാം. ഓക്കെ, വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അങ്ങനെയാണ് 119 സങ്കീർത്തനം 89 വാക്യം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ മനസ്സിലാകും. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം. യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ കോപ്പിയാണ്. ആ ഫോട്ടോ കോപ്പി എന്ന് വെച്ച് ഞാൻ പറയുകയാണ്. ഒരു കാര്യം ഒരു ദൂതായിട്ട് എടുക്കുകയാണ്. 15-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ അബ്രഹാം പക്ഷിയെ പിളർക്കാത്തത് കൊണ്ടല്ല അവിടെ സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം ഇസ്രായേൽ ജനം പോയത്. അത് നിങ്ങൾ ആ ഭാഗം സബ്ജക്റ്റ് വേറെ ആയതുകൊണ്ട് ആ ഭാഗം വിടുന്നു. അങ്ങനെയെങ്കിൽ സ്വന്തമല്ലാത്ത ജനത്ത് അബ്രഹാമിന്റെ സന്തതികൾ 70 വർഷം ബാബേലിൽ താമസിച്ചു എങ്കിൽ ദൈവം വാഗ്ദത്തം പുതുക്കി കൊടുക്കുന്നു. എന്താണ് വാഗ്ദത്തം പുതുക്കി കൊടുക്കുന്നത്? യെരമ്യാവിനോട് ചോദിച്ചാൽ യെരമ്യാവ് പറയും, അർക്കമന ഘടകക്ഷസി 29:10-11 വാഗ്ദത്തം പുതുക്കുന്നു. നിങ്ങൾ 70 വർഷം ബാബേലിലായിരിക്കുമെന്നും അതിനുശേഷം നിങ്ങൾക്കൊരു മടങ്ങി വരവ് ഉണ്ട് എന്നും യിരെമ്യാവിൽ കൂടെ, ദാനിയേലിൽ കൂടെ, യെശയ്യാവിൽ കൂടെ ദൈവം സംസാരിച്ചു. ആ വാഗ്ദത്തം നിറവേറുകയും ചെയ്തു. ദൈവം ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് തന്നാൽ അതിനെ നിറവേറ്റുന്ന ദൈവം, വാഗ്ദത്തം നിറവേറ്റുന്ന ഒരേ ഒരു ദൈവം നസ്രേനായ യേശുക്രിസ്തു മാത്രമാണ്. ആ കർത്താവിൽ മുറുകെ പിടിക്കണം. കട്ടമുണ്ട്, ചോദനയുണ്ട്, വെല്ലുവിളികളുണ്ട്, സ്വത്രം പരിഹാസമുണ്ട്, എന്ത് തന്നെ ഉണ്ടെങ്കിലും ഭാരപ്പെടണ്ട. വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുകയില്ല. കാരണം ഉണ്ട്. ഇവിടെ 2 കാര്യത്തിൽ ദൈവം വാഗ്ദത്തം പുതുക്കുന്നു. അബ്രഹാമിന്റെ സന്തതികൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം നിങ്ങൾ പാർക്കുമെന്നുള്ള വാഗ്ദത്തം. സ്വന്തമല്ലാത്ത ദേശത്ത് നിങ്ങൾ 400 സംവത്സരം പാർക്കുകയും അതോടൊപ്പം മിസ്രൈമിൽ പാർക്കുകയും അതിനുശേഷം ബാബേലിലേക്ക് പോയപ്പോഴും ദൈവം അവിടുന്ന് തിരികെ കൊണ്ടുവരുന്നു. മിസ്രൈമിൽ നിന്ന് ദൈവം തിരികെ കൊണ്ടുവന്നല്ലോ. വാഗ്ദത്തം പുതുക്കി കൊടുത്തില്ലേ? അവിടെ ആയിരുന്നെങ്കിലും മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ തിരികെ കൊണ്ടുവന്നപ്പോൾ 119 സങ്കീർത്തനം 162 വാക്യം, സ്വതന്ത്രം വലിയ കൊള്ള കണ്ട് കിട്ടിയവനെ പോലെ ദൈവം നന്മ കൊടുത്തു. പുറപ്പാട് പുസ്തകം 1 പഠിച്ചാൽ മതി. ഇഷ്ടം പോലെ നന്മ കൊടുത്തു. ഞാൻ അവിടെ നിന്നോട്ടൊരു ദൂത് പറയാം. നിന്റെ പൂർവന്മാർ നിനക്ക് വേണ്ടി അടികൊണ്ടെങ്കിൽ, കട്ടപ്പെട്ടെങ്കിൽ, ദൈവനാമത്തിന് വേണ്ടി നിന്നെങ്കിൽ, ഉടക ദൈവം നിനക്ക് വേണ്ടി നന്മകളെ തരും. അനുഗ്രഹങ്ങളെ ചൊരിയും, ആയുസിനെ നീട്ടിത്തരും.
അഷ്ടവൈഡകൾക്ക് മനഘടക. ഈ വചന അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൂത് പറയുമ്പോൾ അത് വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. വ്യക്തിപരമായിട്ടല്ല, അവൻ ഓരോ വ്യക്തികൾക്കും ഓരോ കുടുംബങ്ങൾക്കും ഈ വാഗ്ദത്തം നിറവേറേണ്ടത് ആവശ്യമാണ്. അവൻ എന്നും കരയാനല്ല, എന്നും ദുഃഖിക്കാനല്ല, ദുഃഖത്തിനപ്പുറത്ത് മറ്റൊരു വിടുതൽ ദൈവം വച്ചിട്ടുണ്ട്. ആമേൻ. നീ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കനാൻ ദേശം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു മാറ വരുമ്പോൾ അപ്പുറത്തൊരു എലിയുമുണ്ട്. അർത്ഥമനഘടകക്ഷസ്യ. എന്ത് തന്നെയായാലും വാഗ്ദത്തങ്ങൾ നിറവേറേണ്ടതിന് യുദ്ധങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും, വേണ്ടപ്പെട്ടവർ ഒറ്റപ്പെടുത്തും. പക്ഷേ വാക്ക് പറഞ്ഞവൻ വാക്ക് മാറത്തില്ല. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ അടിയനെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തങ്ങളെ ദൈവം പുതുക്കി തരുന്ന ദൈവം, ആ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസനെ താഴെ അന്യോന്യം സ്നേഹിക്കാം. ആരോട് പകയോ പിണക്കോ വയ്ക്കാതെ സ്വോത്ര മുഷിപ്പെല്ലാം മാറ്റിയിട്ട്, സക്കറിയ പ്രവചനം 3-1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ മുഷിപ്പുകളെല്ലാം മാറ്റിയിട്ട്, നമുക്ക് അന്യോന്യം പോരടിക്കുന്നത് മാറ്റിയിട്ട് സ്വോത്രം നമുക്ക് ദൈവത്തോട് അടുക്കാം. ആ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം വാഗ്ദത്തം പുതുക്കി. സങ്കീർത്തനം 25:14 യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അത് അവന്റെ നിയമത്തെ അവരെ അറിയിക്കുന്നു. തമിഴ് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുമ്പോൾ രഹസ്യങ്ങളെ, സീക്രട്ട് കാര്യങ്ങളെ ദൈവം തന്റെ ഭക്തന്മാരെ അറിയിക്കും. എല്ലാവരെയും അറിയിക്കത്തില്ല, ചിലരെ ദൈവം അറിയിക്കും. അതിനായി നമുക്ക് ഒരുങ്ങാം. അബ്രഹാമിന്റെ സന്തതികൾക്ക് മിസ്രൈമിലായിരിക്കുമെന്ന്, 400 സംവത്സരം മിസ്രൈമിലായിരിക്കുമെന്നും അവൻ സ്വത്ര ഒരു വാഗ്ദത്തം കൂടെ അവിടെ പറഞ്ഞു നിർത്താം. അവൻ കനാൻ ദേശത്ത് നിന്ന് മിസ്രൈമിലേക്ക് യാക്കോബ് കുടുംബം വരുമ്പോൾ 70 പേരെ എടുക്കാം. 70 പേര് വന്നെങ്കിൽ ഗോസേൻ മിസ്രൈം ദേശത്ത് യോസഫിന്റെ സംരക്ഷണയിൽ ഗോസേൻ ദേശത്ത് ഫലപുഷ്ടമായ ദേശത്ത് ഇവർ വളർന്ന് വർദ്ധിച്ചു വന്നപ്പോൾ ഏകദേശം കർത്താവിന്റെ സമയമായപ്പോൾ, അവരോട് പറഞ്ഞ സമയമായപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇഷ്ടം പോലെ നന്മ കൊടുത്ത് ഇവർക്ക് വേണ്ട വിധത്തിലെല്ലാം ചെയ്ത് പെസഹ അറുത്ത് വരുമ്പോൾ ഏകദേശം 135.5 ലക്ഷം ജനം, 6.5 ലക്ഷത്തിലധികം കാലാൻ. മറ്റും മാത്രമല്ല, ഒന്നുകൂടെ നമ്മൾ ആഴമായി പഠിച്ചാൽ ഇങ്ങനെയാണ് ദൈവാത്മാവിൽ കാണുന്നത്. നീ മിസ്രൈമിൽ നിന്റെ തെറ്റുമൂലം, കുറവ് മൂലം നീ ഏത് ദേശത്തായിരിക്കുന്നുവോ സ്വർഗത്തിലെ ദൈവം നിനക്കൊരു മടങ്ങി വരവുണ്ട്. ഒരു മടങ്ങി വരവുണ്ടെന്ന് ദൈവം പറഞ്ഞാൽ അത് ഉറപ്പാണ്. അങ്ങനെ അവർ മിസ്രൈം കനാൻ ദേശത്ത് വന്നു. പിന്നത്തേതിൽ നമ്മൾ കാണുന്ന ഇസ്രായേൽ ജനത്തിന്റെ കുറവ് നിമിത്തമാണ് ബാബേലിലേക്ക് പോകുന്നത്. ആ ബാബേലിലേക്ക് പോയപ്പോഴും പ്രവചനം കിടക്കുന്നു. നിങ്ങൾ പ്രത്യാശ 29:11 യെരമ്യാ 29:11 നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്നറിയുന്നു, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. 10-ാം വാക്യം പറയുന്നു, നിങ്ങൾ 70 സംവത്സരം ബാബേലിലായിരിക്കും, എന്നാൽ ഒരു മടങ്ങി വരവുണ്ട്. പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് വാഗ്ദത്തങ്ങളെ പുതുക്കി കൊടുക്കുന്ന ദൈവം. 2025 എന്നെ കേൾക്കുന്നവരോട് അമ്പമ്പാര വൈഡക ദുനിയാന്തര അർത്ഥമാന ഘടകക്ഷംഭവേദി യാന്തുരക്ഷസി യസ്കേനോട് പറഞ്ഞു, നീ പ്രവചിച്ച് കൈകൊട്ടുക. ആമേൻ. റഗൽക്കമന 21:14 മുതലുള്ള ഭാഗങ്ങൾ നീ പ്രവചിച്ച് കൈകൊട്ടിയാൽ അർഗമന ഞാനും കൈകൊട്ടി. ദൈവം പറയുന്നു, ഞാനും കൈകൊട്ടി എന്റെ ക്രോധത്തെ ശമിപ്പിക്കും. 17-ാം വാക്യമാണെന്ന് തോന്നുന്നു. അർഗമന ഘടകസി. അങ്ങനെയെങ്കിൽ പ്രവചിച്ച് കൈകൊട്ടുമ്പോൾ ഈ വാഗ്ദത്തങ്ങൾ, നാളുകളായി തന്ന വാഗ്ദത്തങ്ങൾ, നിറവേറാതെ കിടക്കുന്ന വാഗ്ദത്തങ്ങളെ പുതുക്കി തരുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്നുകൊണ്ട് തന്നെ അടുത്ത പോയിന്റ് ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ 35 ലക്ഷം ജനം അവിടെ നിന്ന് ഇറങ്ങി വന്നെങ്കിലും സ്വത്ര കാലാടുകൾ 6.5 ലക്ഷത്തിലധികം. ഒന്നാമത്തെ പുരോഹിതനായ മഹാപുരോഹിതായ അഹരോൻ പോയില്ല. മോശ നടത്തിപ്പുകാരനായ ഇസ്രായേൽ ജനത്തിന്റെ നടത്തിപ്പുകാരനായ മോശ പോയില്ല. ഒന്നാമത്തെ പ്രവാചകിയായ മിരിയാം പോയില്ല. മീഖ 6:4 നിങ്ങൾ പഠിച്ചാൽ മതി. അവർ ഒരുമിച്ച് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ള പദം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവർ 3 പേരും പോയില്ല. പ്രവാചകി പോയില്ല, മോശ നടത്തിപ്പുകാരനായ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് ജനത്തോട് അറിയിക്കുന്ന മോശ പോയില്ല, മഹാപുരോഹിതനായ അഹരോൻ പോയില്ല. ഇങ്ങനെ ഇതിന്റെ ബാക്കിയുള്ളതെല്ലാം ദൈവം മരുഭൂമിയിൽ വെച്ച് തന്നെ
തകർക്കുവാനിടയായി. എന്തുകൊണ്ട്? ദൈവം പറയുന്നത് അനുസരിക്കാതെ ആമേൻ ഋഗൽഖമന ഘടകക്ഷസി വന്നത് മൂലം ആമേൻ സ്വത്രം ഒരു കൂട്ടർ നശിച്ചുകൊണ്ടേയിരുന്നു. അവിടെ നിറങ്ങി വന്നവർക്ക് എപ്പോഴും ഒരു ചിന്തയുള്ളൂ, ചുറ്റുള്ളി, ചീരുള്ളി, വെള്ളുള്ളി, ആമേൻ മത്തങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, പാവയ്ക്ക. സ്വത്രം സംഖ്യാപുസ്തകം 11 അധ്യായം പഠിച്ചാൽ മതി ഇതിനെക്കുറിച്ചുള്ള ഓർമ്മ. ഞാനിങ്ങനെ പറയാറുണ്ട്, ആമേൻ പാവലിന് തേനൊഴിച്ച് അതിനെ വളർത്തിയാലും അത് പാവയ്ക്ക തന്നെയാണ്, അത് കയ്പ് മാറത്തില്ല എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഓർമ്മ മാറിയിട്ടില്ല, ഇതുവരെ ഓർമ്മ അവരുടെ മാറിയിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോണമേ, ആമേൻ സ്തോത്രം. ദൈവം വാഗ്ദത്തം തരുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ അവൻ ഉറപ്പോടെ വിശുദ്ധിയോടെ വേർപാടോടെ നിന്ന് കർത്താവിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ തയ്യാറായി നോക്ക്. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങും. ദ്രഗം തുനാരഘടകക്ഷസ്യ അവൻ ആ ദൂത് ഞാൻ അവിടെ കൊണ്ട് നിർത്തട്ടെ. അവൻ ഒരു 6.5 ലക്ഷം ജനം, ഏകദേശം 6 ലക്ഷത്തിൽ ചില്ലുവാനോ ചിലർ പറയാറുണ്ട്. എന്നാൽ ചരിത്രത്തിൽ വായിച്ച 6.5 ലക്ഷത്തിലധികം ജനം കാലാളുകൾ ഉണ്ടായിരുന്നു. ഇവർ ഒരു കൂട്ടർ തകർന്നുകൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ പുറപുറുപ്പും ആമൻ വിഗ്രഹങ്ങളെ ആരാധിപ്പും എല്ലാം കൂടെ ആയി. ഇവർ ആമൻ സ്വന്തം ആരാധിച്ചു. ദൈവം ഓരോരുത്തരെ തകർത്ത് അവസാനം 2 പേർ മാത്രമേ കനാൻ ദേശത്തെത്തിയുള്ളൂ, കാലേബ്, യോശുവ. എങ്കിലും ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം ദൂത് പറയാം. പഴയ തലമുറകളെ ദൈവം തകർത്തെങ്കിലും പുതിയ തലമുറകളെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് ഈ സമയം ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, നമ്മുടെ തലമുറകളോടൊരു ദൂത്. അർത്ഥവൈഡകൽക്കമന എന്താണ് ദൂത്? അത് ഇതാണ്: അമ്പം വാരവൈഡകൽക്കന. പഴയ പൂർവന്മാർ അവൻ തെറ്റിപ്പോയെങ്കിൽ അവൻ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 28-ാം അധ്യായം പഠിക്കുമ്പോൾ ഉസിയാവ്, യോധാം, ആകാസ്, യെഹിസ്കീയാവ്, അങ്ങനെ ആകാസ്, അവൻ ഉസിയാവ്, യോധാം, ആകാസ് ഇവർ തകർന്നു പോയെങ്കിലും അവൻ ആകാശ് ദൈവവഴിയിൽ നടക്കാതെ അവൻ വിഗ്രഹങ്ങളെ ആരാധിച്ച പൂജകളെ നടത്തി പച്ചവൃക്ഷത്തിൻ്റെ ബലി കഴിപ്പിച്ചെങ്കിലും അടുത്ത തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവൻ ഹിസ്കിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 29-ാം അധ്യായം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്ന ഒരു മനുഷ്യനാണ് യെഹിസ്കിയാവാകുന്ന ഹിസ്കിയാവ്. അതുകൊണ്ട് പറയാം, പൂർവന്മാർ തകർന്നാലും അർത്ഥമനഘടക കോരേഗ് പുത്രന്മാരെ നോക്കിക്കേ. കോരേഗ് പുത്രന്മാരെ കുറിച്ച് പറയുന്നത്, കോരഗും, ദാദാൻ, അബീരാം, കോരൻ ഇവർ തകർന്നപ്പോഴും അവരുടെ തലമുറകളോടി അവൻ യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണ് 84-ാം സങ്കീർത്തനം 1-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസ എത്ര മനോഹരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാടുകയാണ്. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ ഞങ്ങൾ ഓടി വന്ന് പിടിച്ചതുകൊണ്ടാ, യാഗപീഠത്തിന്റെ കൊമ്പിൽ രക്തമുള്ളത് കൊണ്ടാ ഞങ്ങൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ തലമുറകൾ, ദൈവദാസന്മാർ, ദാസിമാർ, കുഞ്ഞുകുട്ടികൾ, ജാതിമത ഭേദമന്നെ ഏവർക്കുള്ള ദൂതായത്. അവൻ സന്നിധിയിൽ ഓടി വന്ന്, യേശു ക്രിസ്തു, ഞാൻ പാപിയാണ് കർത്താവേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എൻ്റെ കുറവുകളെ ഓർക്കല്ലേ എന്ന് പറയുമ്പോൾ അവിടുത്തെ രക്തം ആമേൻ യെശയ്യാപ്രവചനം 1:18 പറയുന്നത് പോലെ നിന്റെ പാപം എത്ര കടുച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. കഴുകി ശുദ്ധീകരിച്ച് ദൈവമകനാക്കി മകളാക്കി മാറ്റുവാൻ ഇന്നും ആ രക്തം ധാരധാരയായി ഒഴുകുന്നു. കാൽവരിയിൽ ഒഴുകിയ രക്തം, കാൽവരി ക്രൂശിൽ ഒഴുകിയ രക്തം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി അവന്റെ പാപങ്ങളെ കഴുകുവാൻ സ്വർഗത്തിലെ ദൈവശക്തനാണ്. ഇതിനെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1:7 പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വചനപ്രകാരം നമുക്ക് പറയാം, തലമുറകൾ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലതൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. നേരായി നടന്ന ഭക്തന്മാരുടെ, ദൈവദാസന്മാരുടെ തലമുറകൾ തെറ്റിപ്പോയിട്ടുണ്ട്. അത് ദൈവവചനത്തിൽ വ്യവസ്ഥയുണ്ട്. ഏലി ഒരു തെറ്റും ചെയ്തില്ല ബൈബിൾ അടിസ്ഥാനത്തിൽ. നമ്മളൊക്കെ പറയും ഏലി ഇരുന്ന് ഉറങ്ങിയത്. അതെന്നല്ല, ചരിത്രം കൂടെ പഠിച്ചാട്ട് അപ്പോൾ അറിയാം. ഏലി നല്ല ശുശ്രൂഷയാണ് ചെയ്തത്. തലമുറകൾ തെറ്റിപ്പോയില്ലേ? ദാൻ മുതൽ ബേർശേബ വരെ പ്രവചിച്ച, പ്രാർത്ഥിച്ച് കരഞ്ഞു കിട്ടിയ ഹന്നായിയുടെ മക്കൾ 2 പേരും ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 8-ാം അധ്യായം 1-2 വാക്യം വായിച്ചു. 2 ആൺമക്കളും തെറ്റിപ്പോയില്ലേ? ശമൂവേൽ പ്രവാചകൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇയാളെ കുഴപ്പം കൊണ്ടാ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. തിരുവെഴുത്തുകൾ നോക്ക്, ഒരുപാട് കാര്യങ്ങളുണ്ട് തിരുവെഴുത്തുകളിൽ. അതൊന്നും നമുക്കറിയാത്തതുകൊണ്ടാണ്.
അപ്പോൾ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതൊന്നും എൻ്റെ വിഷയമല്ല. നമുക്ക് വാഗ്ദത്തങ്ങളെ പുതുക്കി കൊടുക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെയും വിധിക്കാൻ പോകണ്ട. കുളക്കരയിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ കുളക്കരയിൽ കിടക്കുന്നവനെ 38 വർഷം കുളക്കരയിൽ കിടന്നവനെ കുളത്തിലാക്കാൻ ആരുമില്ല, കുളമാക്കാൻ പലരും ഉണ്ടായിരുന്നു. ഒരു ശുശ്രൂഷ ചെയ്താൽ എനിക്ക് മേലെ കയറണമെന്ന് പറഞ്ഞാൽ അവൻ്റെ തലയ്ക്ക് മുട്ടിടുന്ന പാർട്ടികളായിരുന്നുള്ളത്. അതുകൊണ്ട് മുട്ടിട്ടാലും മുട്ടുകൈ പൊട്ടിച്ച് കളഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉയരത്തിലേക്ക് കയറും. ശുശ്രൂഷയിൽ ഉയരത്തിലേക്ക് കയറും, ആത്മീയമായും ഉയരത്തിലേക്ക് കയറും. ധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഈ 31-ാം തീയതി ധൈര്യത്തോടെ പറയാം, 1 വർഷക്കാലം എന്നെ കാത്തു പരിപാലിച്ച ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ടായി പറയുന്നത്. അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾ 6.5 ലക്ഷത്തിൽ 2.5 ലക്ഷം ജനവും മരിച്ചുപോയപ്പോൾ അടുത്ത തലമുറകളെ, ഇതിനേക്കാൾ അധികം തലമുറകളെ ദൈവം വാർത്തെടുത്തു. യുദ്ധപ്രാപ്തരായി അവർ പോയി എന്ന് പറഞ്ഞ സംഖ്യാപുസ്തകം 33:3 വായിക്കുമ്പോൾ അവർ പെസക തിന്ന് യുദ്ധത്തിനായി പുറപ്പെട്ടു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ആ ഭാഗം അവിടെ നിർത്തുകയാണ്. അടുത്തതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒരു ഏലിയാവിനെ കുറിച്ച് കാണുകയാണ്. 19-ാം അധ്യായം പഠിച്ച രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 19-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 18-ൽ വീറോടെ നിന്നവൻ, ബാലിന്റെ 450 കള്ളപ്രവാചകന്മാരെയും അശേരയുടെ 400 ഇസബേലിന്റെ മേശയെങ്കിൽ നിന്ന് തിന്നുന്ന 400 ഏറാൻ മൂടി കള്ളപ്രവാചകന്മാരെയും ഒറ്റയ്ക്ക് നിന്ന് ഏറ്റുമുട്ടി 18-ാം അധ്യായം 38 തീയിറക്കി അവരോട് ഏറ്റുമുട്ടി 850 എണ്ണത്തിനെ തകർത്ത ഏലിയാവ് 19-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയുടെ വെല്ലുവിളിക്ക് മുൻപിൽ പറയുന്ന, കർത്താവെ എനിക്ക് മരിച്ചാൽ മതി, എന്നെ അങ്ങ് എടുക്കണമേ, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഈ എടുക്കണമേ എന്ന് പറഞ്ഞത് ബൈബിളിലുള്ളവരെ. അതുകൊണ്ട് സുരേഷ് ഗോപി എന്ത് ചെയ്തു? തൃശ്ശൂർ അങ്ങ് എടുത്തു. എടുക്കണമേ പുള്ളി അങ്ങ് എടുത്തു. ഓക്കെ, അത് പോട്ടെ, നല്ല കാര്യമാണ് പുള്ളി എടുത്തത് എന്ന് പറയുന്നില്ല ഞാൻ, നല്ല കാര്യം എന്ന് പറയുന്നില്ല, എങ്കിലും എടുത്തു. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുവാൻ നിനക്കൊരു സമയം വച്ചിട്ടുണ്ട്. ഏലിയാവേ, ഞാൻ അവിടെ നിന്നൊരു ദൂത് പറയുക, ഏലിയാവേ, നീ ഇവിടെ കിടന്ന് പഴുത്തളിഞ്ഞാൽ ഇന്ന് വരെയും നീ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കത്തക്ക നിലയിൽ ജനങ്ങൾ എഴുന്നേൽക്കും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, 19-ാം അധ്യായത്തിലേക്ക് 10 മുതൽ താഴേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞു, നീ എൻ്റെ മുൻപാകെ വന്ന് നിൽക്കാം. ഹൊറകം ധുനാരകൽക്കമന, ദൈവം മുമ്പാകെ നിൽക്കാൻ ആർക്ക് ധൈര്യമുണ്ട്? ഏലിയാവിനോട് പറഞ്ഞു, നീ ദൈവം മുൻപാകെ വന്ന് നിൽക്കാം. നീ ഇവിടെ കിടന്ന് മരിക്കേണ്ടവനല്ല, നീ ഇവിടെ കിടന്ന് ചാകേണ്ടവനല്ല. ഇവിടെ കിടന്ന് പഴുത്തളിഞ്ഞ് കഴുകനും നാട്ടിലെ മൃഗങ്ങളും വന്ന് തിന്ന് ബാക്കി ഭാഗം കുഴിച്ചിടാൻ ആളില്ലാതെ ശേഷിച്ചതുപോലെ കുഴിച്ചിടാൻ ആളില്ലാതെ ആയിരിക്കേണ്ടവനല്ല നീ. നിനക്കൊരപ്പനുണ്ട്. നീ എഴുന്നേറ്റ് എൻ്റെ മുൻപാകെ വാ, എൻ്റെ മുൻപാകെ വന്ന് നിൽക്ക്. ഒരു കൊടുങ്കാറ്റ് കടന്നുപോയി, അതിൽ ദൈവമില്ലായിരുന്നു. ഇന്ന് കൊടുങ്കാറ്റിലാണ് ആരാധന വെളിപ്പെടുന്നത്. ഫയർ 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 എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും ഒരു കൂട്ടർ. അതിനു മുമ്പേ എല്ലാം കൂടെ കീഴ വീഴും. ചുഴലിക്കാറ്റിൽ ദൈവമില്ലായിരുന്നു, ഒരു ഭൂകമ്പമുണ്ടായി ദൈവമില്ലായിരുന്നു, ഒരു തീജ്വാല കടന്നുപോയി, അതിലും ദൈവമില്ലായിരുന്നു. ചിലരങ്ങോട്ട് വന്ന ഉടനെ കുറവുകളെന്ന് ഏറ്റു പറയാതെ തീയിറങ്ങട്ടെ തീയിറങ്ങട്ടെ തീയിറങ്ങട്ടെ. ഏത് തീയ ഇറങ്ങുന്നതെന്ന് മൂന്ന് കൂട്ടം തീയെക്കുറിച്ച് ഞാൻ ബൈബിളിൽ ന്യൂ ഹോപ്പ് മിസ്പ പ്രയർ ഫെലോഷിപ്പ് ഇതിലിട്ടിട്ടുണ്ട്. 3 വിധ തീ. അതൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും പ്രോസ്പെരിറ്റി മതി, അനുഗ്രഹം മതി. നമ്മൾ പ്രാരംഭ ദിനത്തിൽ ഈ ദൂത് കേൾക്കുമ്പോൾ ക്രമീകരണം ക്രമീകരണം വരുത്തേണ്ടടുത്ത് ക്രമം വരുത്തി എന്ന് പറഞ്ഞാൽ കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 4-5 ഇങ്ങനെ പറയുന്നു. കൊലോഷ്യൻ 1-ാം അധ്യായം
2-ാം അധ്യായം 4-5 വാക്യം. ഇങ്ങനെ വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ക്രമം വീട്ടിലാണ്. യെശയ്യാ 38:1, രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 20:1-2-3. ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. ആ ഭാഗത്തേക്ക് ഞാൻ ക്രമീകരണം വരുത്തണം. മുഷിപ്പുകൾ, സെക്കറിയ പ്രവചനം ഈ വർഷം തീരുന്നതിന് മുൻപ് നമുക്കൊരു കാര്യം ചെയ്യണം. മുഷിപ്പുകളെല്ലാം മാറ്റാം. മുഷിഞ്ഞിരുന്നുകൊണ്ട് ഗ്ലോറി പറഞ്ഞാൽ സ്വർഗത്തിൽ പോവില്ല. 1. 2, സ്വർഗത്തിലേക്ക് പ്രാർത്ഥന പോവില്ല. വിലാപങ്ങൾ 3:44, ലാമിറ്റേഷൻ ചാപ്റ്റർ 3:44 ഇങ്ങനെ പറയുന്നു, അവരുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം ഞാൻ മേഘം കൊണ്ട് തടയും. ദൈവം പറയാം, ഞാൻ മേഘം കൊണ്ട് തടയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മേഘം കൊണ്ട് തടയണോ വേണ്ടയോ? മുഷിപ്പുകളൊക്കെ മാറ്റാം. കർത്താവേ, ഞാൻ ഇന്നാരോട് മുഷിപ്പുണ്ടായിരുന്നു. യോശുവയുടെ പുസ്തകം മുഷിഞ്ഞ വസ്ത്രം, അതുകൊണ്ടാണ് ഞാൻ മുഷിപ്പെന്ന് പറയുന്നത്. സെക്കറിയ 3-ാം അധ്യായം 1-5 വരെ. അവസാനം ദൈവം പെട്ടെന്ന് വസ്ത്രം മാറ്റാൻ പറഞ്ഞു. കാരണം യോശുവയുടെയാണ് കുഴപ്പം. പിശാച് വലതുഭാഗത്ത് നിൽക്കുക. പിശാചിന്റെ കുഴപ്പമല്ല. കാരണം പുറപ്പാട് പുസ്തകം 28-ൽ മഹാപുരോഹിതന് വസ്ത്രം തയ്പ്പിച്ചു വച്ചിട്ടുണ്ട്. ഇയാളെന്താ അത് എടുത്തിടാത്ത? അതുകൊണ്ടാ പിശാചിന് അതിനെ അറിയാം. യാക്കോബ് 2:19 പറയുന്നു, യാക്കോബിന്റെ ലേഖനം 2:19, ദൈവം ഏകനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നെന്ന്. അയ്യോ, ദൈവം വിറയ്ക്കുന്നെന്ന് പിശാച്. നമുക്ക് നല്ല തണുപ്പ് വന്നാൽ വിറയ്ക്കും. നല്ല തണുപ്പ് വേണമെങ്കിൽ ലണ്ടനിലൊക്കെ പോകണം. സ്വത്രം ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സൗദിയിലൊക്കെ തണുപ്പ് കുറവാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞു ലണ്ടനിൽ പോകണം. അപ്പോൾ ഒരു കാര്യം, ദൈവം നിനക്ക് നിന്റെ വാഗ്ദത്തങ്ങളെ, എൻ്റെ വാഗ്ദത്തങ്ങളെ 2025 പുതുക്കിത്തരും. ഒത്തിരി വാഗ്ദത്തങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. പ്രഭാകരന്മാരല്ല, എൻ്റെ ഭാഷയെ പറഞ്ഞ കുണ്ടറ പ്രവാചകന്മാരുമുണ്ട്, കൊട്ടാരം പ്രവാചകന്മാരുണ്ട്. മീക 3:5-6, എസ്കേൽ 22-28, 27, 28, 29 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. പല്ലിന് വല്ലതും കടിക്കുവാൻ കിട്ടുമെന്ന് വിചാരിച്ച് നല്ലത് പറയും. പല്ലിന് കടിക്കുവാൻ ഒന്നും ഇട്ടുകൊടുത്തില്ലെങ്കിൽ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കുന്ന ചില പ്രവാചകന്മാർ, എൻ്റെ പക്ഷെ മാമാരൊക്കെ പ്രഭാകരന്മാരാണ്. പ്രവാചകന്മാർ വേറെയാണ്. പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വായ. അവൻ കാറ തീർന്ന് വചനം പ്രസംഗിക്കും. കാറ തീർന്ന് വചനം പ്രസംഗിക്കുന്നവനെ ആർക്കും വേണ്ട. കുറവുകളെ വെളിപ്പെടുത്തുന്നവനെ ആരും വേണ്ട. ഒരിക്കൽ സമരിയ സ്ത്രീ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സമരിയ സ്ത്രീ എല്ലാം മൂടിക്കെട്ടി വെച്ചോണ്ട് വന്നു. അപ്പോൾ യേശു ക്രിസ്തു ആത്മാവിൽ ഒറ്റ നോട്ട ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ, ഹൃദയങ്ങളെ ആരായുന്നവൻ, 139 സംഖ്യ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നതും അറിയുന്നവൻ, ആ ദൈവം നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് അറിയുന്നവൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് 5 ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് നിന്റെ അതല്ല. അപ്പോഴാണ് അവൾ ഞെട്ടിയ. നമ്മളാണെങ്കിൽ പറയും, സഹോദരി, നിനക്ക് നിന്നെ ദൈവം അനുഗ്രഹിക്കും. നീ ഇത്രത്തോളം വിശുദ്ധിയോടെ 5 എണ്ണം ഉണ്ട് പുറകിലെ വിശുദ്ധിയോടെ വേർപാടോടെ നിന്നതുകൊണ്ട് നിന്നെ ദൈവം അനുഗ്രഹിക്കും, ആശീർവദിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ദൂതൊന്നും ഇക്കിളിപ്പെടുത്തുന്ന ദൂതൊന്നും പ്രവാചകന്മാർ പറയത്തില്ല. ദൈവത്തിൻ്റെ വായായി നിൽക്കുന്നവനാണ് പ്രവാചകൻ. പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവം പറയുന്നത് അതുപോലെ ജനത്തിൻ്റെയോട് പറയും. പരിജ്ഞാനത്തോടെ പറയണമെന്നേ ഉള്ളൂ. പരിജ്ഞാനത്തോടെ പറഞ്ഞാൽ മതി. മനസ്സിലായോ? അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ നോക്ക്, തകർന്നു പോയില്ലേ? വാഗ്ദത്തം കൊടുത്തിറക്കിയ കുഞ്ഞുങ്ങൾ പോയില്ലേ? എത്ര എണ്ണം പോയി? എങ്കിലും അടുത്ത തലമുറയെ ദൈവം വാർത്തെടുത്തു. അവിടെ നിന്നൊരു ദൂത് പറയാം. 2010 ഒരു കള്ളപ്രഭാകരൻ ഒരു ദൂത് പറഞ്ഞു.
ഇനി നമ്മുടെ തലമുറകൾ 2020 വരുമ്പോൾ നമ്മുടെ തലമുറകളൊന്നും കാണത്തില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞു, പേരൊന്നും പറയുന്നില്ല. ഞാൻ അവനോട് പറഞ്ഞു 2020 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെ, അതുവരെ ഞങ്ങൾ നോക്കിയാൽ മതി. വരവ് വരെ പണ്ടടുത്ത ഒരു ചെറുക്കൻ എന്നോട് ചോദിച്ചതുപോലെ, ഉപദേശിയെ, സഹസ്രാബ്ദ യുഗത്തിൽ സ്നാനമുണ്ടോ? ഞാൻ പറഞ്ഞു, നീ ക്രൂശിക്കടന്ന കള്ളനേക്കാൾ വലിയ കള്ളനാണ്. കാരണം ഇപ്പം നീ സ്നാനപ്പെടാത്ത നീ അന്നെങ്ങനെ സ്നാനപ്പെടും. അതുകൊണ്ട് ക്രൂശിക്കടന്ന കള്ളനേക്കാൾ വലിയ കള്ളനാ നീ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, നീ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, സഹസ്രാബ്ദ കാലത്തിലല്ല. അത് എൻ്റെ കാര്യമല്ല, നമ്മുടെ കാര്യമല്ല. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, സുപ്രസാദ കാലം. ഇന്ന്, ഇപ്പോൾ, പെട്ടെന്ന്, വേഗം, ക്ഷണത്തിൽ. അങ്ങനെയാണ് ബൈബിൾ. വിടുതൽ അങ്ങനെയാണ്. പക്ഷെ ക്രമീകരണം പ്രാപിക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. 1, ആദാമിനെ നോക്ക്. 2, അവരുടെ ചരിത്രം നമ്മൾ ദൂതിൽ കൂടെ വരുമ്പോൾ, രണ്ടാമതായിട്ട് നോഹ ആദാമിൻ്റെ സന്തതികൾ മുഴുവനും ഏകദേശം 8 പേർ അടങ്ങുന്ന കുടുംബമല്ലാതെ, ഷേം, ഹാം, യാഫെത്ത്, നോഹ, ഭാര്യയ്ക്ക് പേരില്ല. ഇന്നത്തെ ആ സഹോദരിമാരെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ അവർ പേരെടുത്തെന്ത് ചെയ്യും? വളർന്നോളൂ. നമ്മൾ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും? ഒരിക്കൽ ഒരു കൺവെൻഷൻ, സ്ഥലമൊന്നും പറയുന്നില്ല, വിളിച്ചു. ഞാൻ അവിടെ സ്റ്റേജ് അതിലൊരു 10-25 ഇരിപ്പുണ്ട്. ഇവരെല്ലാവരെയും പുകഴ്ത്തിയില്ല എന്ന് പറഞ്ഞ് ആകെപ്പാടെ 3/4 മണിക്കൂറേ ഉള്ളൂ. ഇവരെല്ലാം പുകഴ്ത്തി വരുമ്പോൾ എൻ്റെ സമയം തീരത്തില്ലേ? എനിക്കതുകൊണ്ട് യൂദ അപ്പോസ്തലനെ, യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനായ യൂദായെ എനിക്കിഷ്ടമാ. എന്താണെന്നറിയാമോ ഇഷ്ടം? പുള്ളി പറയുക, യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോവിൻ്റെ സഹോദരനുമായ യൂദ. ആദ്യം യേശുക്രിസ്തുവിനെയാണ് അദ്ദേഹം ഉയർത്തിയത്. അതുകൊണ്ട് ഞാനും സ്റ്റേജിൽ കയറി എൻ്റെ ഭാര്യ മക്കളെ കുറിച്ച് പോലും ഞാൻ പറയാറില്ല. ഞാൻ നേരെ എന്ത് ചെയ്യും? ലില്ലിക്കുട്ടി എന്നും വിളിക്കാറില്ല. ഞാൻ നേരെ എന്ത് ചെയ്യും? എൻ്റെ ലില്ലിക്കുട്ടി എന്ന് പറയാറില്ല. ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, യേശുവിനെ ഉയർത്തുക, വചനം പ്രസംഗിക്കുക. വചനത്തിൽ കൂടെ വിടുതലുണ്ട്, വചനത്തിൽ അത്ഭുതമുണ്ട്, വചനത്തിൽ കൂടെ നിങ്ങളുടെ രോഗത്തിന് സൗഖ്യമുണ്ട്, വചനത്തിൽ കൂടെ ബന്ധനമില്ലാത്ത വചനം. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2:9. ദൈവവചനത്തിന് ബന്ധനമില്ലാത്ത വചനം പ്രസംഗിക്കുമ്പോൾ സകല കെട്ടുകളും അഴിയും. ഏറ്റെടുത്ത് ഏകാഗ്ര ഹൃദയത്തോടെ വചനം പ്രസംഗിക്കുന്ന ആരുണ്ടോ അവരുടെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറുവാനിടയാകും. വിഷയത്തിലേക്ക് വീണ്ടും വരാം. അടുത്തതായിട്ട് ഇപ്പോൾ മനസ്സിലായല്ലോ, ആദാമ്യ സന്തതികൾ കംപ്ലീറ്റ് പോയെങ്കിലും, കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നോഹ കുടുംബം ഒഴികെ ബാക്കി പെട്ടകത്തിന് കയറിയ ജീവജാലങ്ങൾ എല്ലാം ചത്തൊഴുകി കടമൊഴുകി പോയപ്പോൾ അവിടെ ഒരു ദൂതുണ്ട്. ഒലിവ് ഇല, പച്ച ഒലിവിലയുമായി പ്രാവ് കൊണ്ടുവരികയാണ്. അതിൻ്റെ അർത്ഥം, ആത്മീയ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, ഒരേ ഒരു ദൂത. എണ്ണയുണ്ടോ കുഞ്ഞുങ്ങളെ, മക്കളെ? എണ്ണയുണ്ടോ? ദൈവദാസന്മാരെ, നിന്നിൽ എണ്ണയുണ്ടോ? ദേശത്ത് ഏത് ന്യായവിധി വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും നിങ്ങളുടെ തലമുറകളെയും തൊടത്തില്ല. കുഞ്ഞുങ്ങളെല്ലാം ആത്മനിറവ് പ്രാപിച്ച് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങ് എന്ന് ചിലരോട് പറയാറുണ്ട്. അവരിറങ്ങിയിട്ടുമുണ്ട്. എല്ലാവരും ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ ജോലി ചെയ്യാൻ നന്മകൾ വേണം. തലമുറകൾ ഈ കാലഘട്ടങ്ങളിൽ ആരുടെ മുൻപിൽ കൈനീട്ടാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് അവർക്ക് ഒരു ജോലി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്താലും കർത്താവ് സ്വീകരിക്കും. കുഞ്ഞുങ്ങൾക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് അറിയാം. അനേകരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഓർക്കുകയാണ്. അങ്ങനെ ശേമിനെ പോലെ, ഹാമിനെ പോലെ, യാഫെത്തിനെ പോലെ ഏത് പ്രതിസന്ധികളൊന്നാൽ പെട്ടകത്തിനകത്തായിരിക്കണം. പിഞ്ചു കുഞ്ഞുങ്ങളെ തകർത്ത് കളയുവാൻ ഫറവോന്യ ശക്തികൾ തന്ത്രമൊരുക്കിയപ്പോൾ പ്രാർത്ഥിക്കുന്നവർ അമ്രാം, യോക്കേബേദ്, അവരുടെ പ്രാർത്ഥന മൂലം മോശക്കുഞ്ഞിനെ പെട്ടകത്തിനകത്ത് വെച്ചു. പുറപ്പാട് പുസ്തകം 2:1-5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
അവർ പെട്ടകത്തിനകത്ത് വെച്ചത് മൂലം ഫറവോന്റെ പുത്രി തെർമുത്തിസ് ദേവി ഈജിപ്തിലെ നീല നദിയിൽ കുളിക്കുവാനായി കടന്നു വന്നപ്പോൾ അവർക്ക് കണ്ട് മനസ്സിലായി ഇവനൊരു എബ്രായനാ. സ്തോത്രം. സ്വന്തം അമ്മയുടെ മുല കുടിച്ച് ഇങ്ങനെ വേണം തലമുറകൾ വളരേണ്ടത്. സ്വന്തം അമ്മയുടെ മുല കുടിച്ചുകൊണ്ട് ശത്രു കൊട്ടാരത്തിൽ നിന്ന് കാശ് വാങ്ങി ശമ്പളം അമ്മയ്ക്ക് കൊടുത്ത പുള്ളിയാണ് മോശക്കുഞ്ഞ്. സ്തോത്രം. തലമുറകൾ വളരട്ടെ, ഒലിവലെ പോലെ നിൽക്കട്ടെ. ആമൻ. ലബാനൂരിലെ ദേവദാരു മുഴുവനും ഒഴുകിയപ്പോൾ ആമൻ സമുദ്രത്തിലേക്ക് ചെന്ന് ചാടിയപ്പോൾ ഒരു ഹംസാരകൽക്കമന ഒലിവല പച്ചയായി നിൽക്കുന്നു. ഒലിവിനോട് ചോദിച്ചാൽ ഒലിവ് പറയേ, ഞങ്ങളിൽ എണ്ണയുള്ളിടത്തോളം കാലം ഏത് ന്യായവിധിയുടെ വെള്ളം വന്നാലും ഞങ്ങളെ മുക്കിക്കളയാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ഇല അഴുകത്തില്ല. അതാണ് 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്ന്, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഭാര്യ മത്തവള്ളി ആയാൽ വള്ളി ഇവിടെ കിടക്കും, ഫലം അപ്പുറത്ത് കിടക്കും. അതുകൊണ്ട് മത്തവള്ളി ആകരുതേ, മുന്തിരിവള്ളി ആകട്ടെ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഭാര്യ മുന്തിരിങ്ങ ആയിരുന്നെങ്കിൽ ഇന്നത്തെ പുള്ളികളെല്ലാം കൂടി ചവച്ച് തുപ്പി വെളി കളഞ്ഞേനായിരുന്നു. അത് മുന്തിരിവള്ളി ആയതുകൊണ്ട് അതിങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നതിനായി, പറ്റിപ്പിടിച്ച് കിടക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊരാശ്വാസമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ യവന്മാർ കടിച്ച് ചവച്ച് തുപ്പിക്കളയുമായിരുന്നു മുന്തിരിങ്ങ ആയിരുന്നെങ്കിൽ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് മുന്തിരിങ്ങ ആയിരുന്നെങ്കിൽ പോയനായിരുന്നു. പക്ഷേ മുന്തിരിവള്ളിയാക്കിയ ദൈവത്തിന് നന്ദി. മുന്തിരിവള്ളിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അത് പടർന്ന് പിടിച്ച് കിടക്കും, ഫലം കായ്ക്കും. അവൻ തലമുറകൾക്ക് മേശയുടെ ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ തലമുറകൾക്ക് എണ്ണയുണ്ടോ തലമുറകളെ തകർക്കാൻ കഴിയത്തില്ല. ദൈവവും സർവശക്തനായ ദൈവവും ഒരു തലമുറ നശിച്ചു പോയെങ്കിൽ മറ്റൊരു തൻ്റെ അനുകമ്പ വാഗ്ദത്തം പുതുക്കി കൊടുക്കുന്നു. മറ്റൊരു തലമുറകളെ സ്വർഗത്തിലെ ദൈവം വാർത്തെടുക്കുന്നു. അന്തർഗമനഘടകക്ഷസ്യ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടട്ടെ. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വാഗ്ദത്തങ്ങൾ പുതുക്കി കൊടുത്തു. ഏലിയാവിനെ നോക്കും. ഒന്നുകൂടെ ഞാൻ ഏലിയാവിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഏലിയാവിനെ ഞാനിവിടെ നിർത്തുകയാ. ഏലിയാവിനോട് പറഞ്ഞതുപോലെ നീ പഴുത്തളിഞ്ഞ് ഇവിടെ കിടക്കേണ്ടതല്ല. നീ അരാമിന് ഹസായേലിനെ നീ രാജാവായി അഭിഷേകം ചെയ്യണം. നിംശിയുടെ മകനായ യേഹൂവിനെ നീ എന്ത് ചെയ്യണം? 19-ാം അധ്യായം 11 മുതൽ താഴോട്ട് പഠിച്ചാൽ മതി. നിംശിയുടെ മകനായ യേഹൂവിനെ നീ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. ശാബാത്തിന്റെ മകനായ എലിയാവ് നിനക്ക് പകരം നീ അഭിഷേകം ചെയ്യണം. ഇങ്ങനെ പ്രവാചക അഭിഷേകം, രാജാഭിഷേകം ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ പുരോഹിതാഭിഷേകം ഇങ്ങനെയുണ്ട്. ഇവരെ അഭിഷേകം ചെയ്യണം. അങ്ങനെ ഇരുന്ന് ഇയാൾക്ക് പുള്ളിക്ക് പോകാൻ എപ്പോഴും തിരക്ക. എനിക്ക് പോകണം, എനിക്ക് മരിക്കണം എന്നുള്ള ചിന്ത വന്നു. അതുകൊണ്ട് ഇദ്ദേഹം പുള്ളി എന്താ ചെയ്തെന്നറിയാമോ? തിരുവനന്തപുരം ഭാഷ എന്തായാലും ചെയ്തെന്നറിയാമോ? ഒരു കാര്യമേ പുള്ളി ചെയ്തോളൂ. എന്തായാലും ഒരാളെ മാത്രമേ അഭിഷേകം ചെയ്തുള്ളൂ. എലീശയെ മാത്രമേ അഭിഷേകം ചെയ്തുള്ളൂ. തനിക്ക് പിൻഗാമിയായിട്ട് എലീശയെ മാത്രമേ അഭിഷേകം ചെയ്തു. കാരണം പുള്ളി കൂടെ നടന്ന പുള്ളിയാണ്. പുള്ളി രാജാക്കന്മാർക്ക് 2-ാം പുസ്തകം പഠിക്കുമ്പോൾ 1 മുതൽ 10 വരെ ഗിൽഗാൽ, ബേഥേൽ, എരിഹോ എവിടെല്ലാം പോയോ അവിടെ കൂടെ പോയി. പുതപ്പ് മടക്കി അടിച്ച് പുള്ളി പോയി. പുള്ളിയുടെ ശുശ്രൂഷ തീർത്തു പോയി. പുള്ളി പുതപ്പെടുത്ത് അടിച്ചു വന്നു. ആ വ്യക്തി കണ്ടോ, ഇരട്ടിപ്പാന വല്ലമൈ. ഇദ്ദേഹത്തെ മാത്രം അഭിഷേകം ചെയ്തിട്ട് പുള്ളി പോയി. ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. 8-ാം അധ്യായം 9-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ, രാജാക്കന്മാർക്ക് പുസ്തകം 8-ാം അധ്യായം 9-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ അവിടെ എലീശയാണ് മറ്റു 2 പേരെയും അഭിഷേകം ചെയ്തത്. പുള്ളിക്ക് തിരക്കാ പോകാൻ. ചില പുള്ളികൾ അങ്ങനെയാണ്. അങ്ങ് പോയാൽ മതി. കാരണം ദൈവം പറഞ്ഞ് നീ ഇപ്പോൾ പോകേണ്ടവനല്ല. ഒരു ദൂത് അറ്റെടുത്തുകൊണ്ട് മരിക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി, നീ മരിക്കേണ്ടതല്ല. നിനക്ക് വേണ്ടി അഗ്നിമയമായ രഥങ്ങളും കുതിരകളും വരുന്നുണ്ട്. നീ ഇവിടെ പഴുത്തളിഞ്ഞ് കിടക്കേണ്ടവനല്ല. നിനക്ക് വേണ്ടി ചുഴലിക്കാറ്റിൽ എടുക്കുവാൻ ഒരു സർവശക്തനായ ദൈവം വരുന്നുണ്ട്. അതിനായി കാത്തിരിക്കണം. അതുവരെ നാം കാത്തിരിക്കണം. വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടണമോ?
ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിലേക്ക് വരണമോ? അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങ്. അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം, ഇസാക്കിനെ വിളിച്ചിറക്കിയ ദൈവം, യാക്കോബിനെ വിളിച്ചിറക്കിയ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവശക്തനാണ്. നമ്മുടെ വിഷയം വാക്തത്വങ്ങളെ പുതുക്കി കൊടുക്കുന്ന ദൈവം. ഏലിയാവിന് വേണ്ടി വാക്തത്വങ്ങളെ പുതുക്കി കൊടുത്തു. ആമേൻ. അബ്രാമിനെ വിളിച്ച് വാക്തത്വം പുതുക്കി കൊടുത്തു. അബ്രാമിൻ്റെ വാക്തത്വം എന്താ? നമ്മളെല്ലാം പ്രസംഗിക്കുന്ന കനാൻ ദേശമെന്ന മാത്രമല്ല കുഞ്ഞുങ്ങളെ, കനാൻ ദേശം മാത്രമല്ല അബ്രാമിന് വാക്തത്വമായി കൊടുത്തത് ഉൽപ്പത്തി പുസ്തകം 15:18 മിസ്രയീം തുടങ്ങി ഫ്രാത്ത് നദി വരെ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന നിയമം അവിടെ കിടക്കുക. അതാ ബെഞ്ചമിൻ നെതന്യാഹു ഇതെടുത്ത് വച്ചിട്ടാണ് പയറ്റുന്നത്. ഞാനീ പറഞ്ഞ മനസ്സിലായ വാക്തത്വം ഇവർക്ക് അബ്രാമിന് കൊടുത്തിരിക്കുന്ന വാക്തത്വം ഉൽപ്പത്തി പുസ്തകം 15:18. നമ്മൾ പ്രസംഗിക്കുന്ന വേറൊരു കനാനല്ല. കനാൻ ഇതിനിടയ്ക്കുള്ള ഒത്തിരി സ്ഥലങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് കനാൻ. കനാനിൽ കനാന്യർ പാർക്കുന്നു. കനാൻ ശപിക്കപ്പെട്ടവൻ, അവനെ തുരത്തണം. ആരും അവിടെ ഉണ്ടാകരുത്. എവിടെ യുദ്ധമുണ്ടോ? വാക്തത്വമുണ്ടോ? നിനക്ക് യുദ്ധമുണ്ട്. വാക്തത്വമുണ്ടോ? ദൈവപ്രവൃത്തി ഉണ്ട്. യുദ്ധങ്ങളുടെ നടുവിലും ദൈവപ്രവൃത്തി ഉണ്ട്. മനസ്സിലായല്ലോ? ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളിൽ വെളിപ്പെടട്ടെ. ആദാമ്യ വർഗം തെറ്റിപ്പോയപ്പോൾ ദൈവം വാക്തത്വം കൊടുത്ത് അവരെന്ത് ചെയ്തു? അവർ നശിച്ചു. എങ്കിലും അപ്പുറത്ത് വാക്തത്വം പുതുക്കി കൊടുത്തു. ഉൽപ്പത്തി 1:26 മുതൽ 28 വരെയും ഉൽപ്പത്തി പുസ്തകം 9:7 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം ചില അടയാളങ്ങളോട് വാക്തത്വം പുതുക്കി കൊടുക്കുന്നു. സകലത്തിന്മേലും അടക്കി വാഴുവിൻ, ആ ഒരു വാക്തത്വ വചനം കൊടുക്കുന്നു. റോമർ 5:17 ഒരു വാക്യമുണ്ട്, ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ജീവനിൽ വാഴും. നമ്മുടെ ജീവൻ നിത്യജീവനാണ്, എറ്റേണിറ്റിയാണ്. ഈ 1-ാം തീയതി ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം. എന്നെ കേൾക്കുന്ന അനേകർ വാക്തത്വങ്ങൾ പറഞ്ഞിട്ട് നടക്കാതിരിക്കുക. ദൂത് അർദ്ധബലഘടകക്ഷസി, ദൂത് ആദാമ്യ സന്തതികൾ, തൻ്റെ ദൈവത്തിൻ്റെ കൊച്ചുമകൻ്റെ സന്തതികളടക്കം എല്ലാം നശിച്ചു പോയപ്പോൾ, എല്ലാമെന്ന് പറയുമ്പോൾ നോഹയും കുടുംബയും 8 പേരൊഴികെ എല്ലാവരും നശിച്ചു പോയപ്പോൾ, നേരെ നോഹ ആ കാലത്ത് അവൻ കൃപ ലഭിച്ചവനായിരുന്നു. അവൻ ഉൽപ്പത്തി പുസ്തകം 6:8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ കൃപ ലഭിച്ചവനായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ദൈവം വാക്തത്വം വീണ്ടും പുതുക്കി കൊടുത്തു. ദൈവം പറഞ്ഞതുപോലെ പെട്ടകം പണിതു. 5 ക്വാളിഫിക്കേഷൻ. 1 കൃപ ലഭിച്ചു. 3 അടുത്ത 9:8 അവൻ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവത്തോട് കൂടെ നടക്കുന്നവനായിരുന്നു. 6:22 പറയുന്നു, അവൻ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ അവിടെ ആദാമ്യ വാക്തത്വം ഇവിടെ പുതുക്കി കൊടുക്കുന്നു. അവിടെ നേരെ അബ്രാമിനെ വിളിച്ച് അബ്രാമിന് വാക്തത്വം കൊടുക്കുന്നു. അബ്രാം മിസ്രയീമിലേക്ക് പോയിട്ടും തലമുറയോട് വിളിച്ചു പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 12:10 ക്ഷാമം വന്നപ്പോൾ ഭാര്യയെ കൂട്ടി നേരെ മിസ്രയീമിലേക്ക് പോകുന്നു. ദൈവം ഇസഹാക്കിൻ്റെ കാലം വന്നപ്പോൾ പറയുന്നു, 26-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ പറയുന്നു, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന ദേശത്ത് നീ പാർക്ക. ദൈവാത്മാവിനെ കേൾക്കുന്ന ഇവിടം വിട്ട് പോകാം, എല്ലാം വിറ്റുപറക്കി പോകാമെന്ന് ചിന്തിക്കുന്ന നീ ഒരു കാര്യം ഓർത്തോ, ദൈവം പറയുന്ന സ്ഥലത്ത് താമസിക്കണം. ഇല്ല എങ്കിൽ അനുഭവം നവോമിയുടെ കുടുംബത്തെ നോക്കിയാൽ മതി. എൻ്റെ വിഷയം വാക്തത്വങ്ങളെ പുതുക്കുന്ന ദൈവമാണ്. നവോമിയുടെ വിഷയം ആരാധനയുള്ള സ്ഥലം, ദൈവത്തിൻ്റെ പെട്ടകമിരിക്കുന്ന സ്ഥലം, പുരോഹിതന്മാരിരിക്കുന്ന സ്ഥലം, ദൈവമക്കളുള്ള സ്ഥലം വിട്ട് കൊടിയ പഞ്ചം വന്നപ്പോൾ, ക്ഷാമം വന്നപ്പോൾ ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് നേരെ പോയി. എവിടേക്ക് പോയി? മോവാബിലേക്ക്, ദൈവം വെറുക്കുന്ന സ്ഥലത്തേക്ക് പോയി. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, 2 സ്ഥലത്ത് പറയുന്നു, മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു
വാഷ് ബേസിൻ, എച്ചിൽ തിന്നാൻ പോയി എന്നുള്ളതാണ് അതിൻ്റെ ആത്മീയാർത്ഥം. നമുക്കതൊന്നും വേണ്ട. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഒരേ ഒരു പ്രാർത്ഥനയാണ്. ഏത് പ്രതിസന്ധി വന്നാലും എനിക്ക് തന്ന വാഗ്ദത്തം നിറവേറ്റുവാൻ സ്വർഗത്തിലെ ദൈവശക്തനാ. കുഞ്ഞുങ്ങളെ, ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഞാൻ ആലോചന കൊടുത്തിട്ടുണ്ട്, ദൈവാത്മാവിൽ ആലോചന കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ വാഗ്ദത്തം മുറുകെ പിടിക്കണം. മറ്റുള്ളവരുടെ മനുഷ്യ അഹീത്തോഫലിൻ്റെ ആലോചനയെ വിട്ടുകളയണം. ദൈവാത്മാവ് പറയുന്നത് അനുസരിക്കണം. അഹീത്തോഫലിൻ്റെ ആലോചന നിങ്ങൾ എടുക്കരുത്. അവസാനം ആലോചന നടക്കാതെ വന്നപ്പോൾ ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 17:23 അവൻ കെട്ടിയാണ് ചാവുന്നു. വീട്ടിൽ പോയി പട്ടണത്തിൽ പോയി തൻ്റെ വീട്ടിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തിയതിന് ശേഷം പുള്ളി ചത്തത്, കെട്ടിയാണ് ചത്തത്. അതുകൊണ്ട് അഹീത്തോഫലിൻ്റെ ആലോചന നമുക്ക് വേണ്ട. ദൈവവചനത്തിൽ തന്നത് മുറുകെ പിടിക്ക്. ദൈവം നിനക്ക് തന്ന വാഗ്ദത്തങ്ങൾ നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ദൈവം അത് പുതുക്കിത്തരാൻ സ്വർഗത്തിലെ ദൈവശക്തനാണ്. നിങ്ങൾ 2025 നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ പുതുക്കി തന്നില്ലെങ്കിൽ വിളിക്ക്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാം. എന്തുകൊണ്ട് വാഗ്ദത്തം പുതുക്കി തന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞത് മുഴുവനും ദൈവവചനമാണ്. യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മത്തായി 5:18-19, ആകാശവും ഭൂമിയും മാറിപ്പോയാൽ എൻ്റെ വചനങ്ങൾക്കോ മാറ്റമില്ല, ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ആ വചനത്തിൽ കൂടെ നമുക്ക് വിശ്വസിക്കാം, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നോഹ ആ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നത് കൊണ്ട് അവനെ അവൻ്റെ തലമുറകളെയും മാനിച്ച് വാഗ്ദത്തങ്ങൾ പുതുക്കി കൊടുത്തു, ആയുസ്സിനെ നീട്ടിക്കൊടുത്തു. പലരുടെ ആയുസ്സിനോട് വെല്ലുവിളിച്ച് നിൽക്കുന്ന ദുഷ്ടപിശാചിൻ്റെ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങളും ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ അത് അഴിഞ്ഞു മാറണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. അതിനായി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അബ്രാഹാമിൻ്റെ സന്തതികൾ നോക്ക് വാഗ്ദത്ത കനാലിലേക്ക് പോകാൻ അവർ വഴിതെറ്റിപ്പോയപ്പോൾ അവർ 6.5 ലക്ഷത്തിൽ 2 പേരൊഴികെ ബാക്കിയുള്ളതിനെല്ലാം തകർത്തെങ്കിലും അതിനധികം പേരെ കാലാളുകൾ 20 വയസ്സിന് മുകളിലുള്ള കാലാളുകളെ യുദ്ധപ്രാപ്തരായി ദൈവം തെരഞ്ഞെടുത്തു, വാഗ്ദത്തം പുതുക്കി കൊടുത്തു. ഏലിയ പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇപ്പോൾ നീ മരിക്കേണ്ടവനല്ല, നീ അരാമിന് ഹസായിലിന് അഭിഷേകം ചെയ്യേണ്ട, നീ നിംസിയുടെ മകനായ യേഹൂനെ നീ അഭിഷേകം ചെയ്യണം. ഇസ്രായേലിന് നിംസിയുടെ മകനായ യേഹൂനെ നീ അഭിഷേകം ചെയ്യണം. നിനക്ക് പകരം ശാബാത്തിൻ്റെ മകനായ കാളയെ ഉഴുതുകൊണ്ടിരിക്കുന്നവനെ, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവനെ നീ വിളിച്ച് വേർതിരിക്കണം. ചിലരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം വിളിച്ച് വേർതിരിക്കും. എനിക്കും ദുബായ് ട്രേഡോക്കിൽ ജോലി ഉണ്ടായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ദൈവം, ദുബായ് ഷിപ്പിൽ ജോലിയായിരുന്നു, 10 വർഷക്കാലം ജോലി ചെയ്തു. ദുബായ് IPCയിൽ സ്നാനമേറ്റു. എന്നാൽ അതിന് ശേഷമാണ് ഈ വേലയ്ക്കിറങ്ങിയത്. വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ വിളിച്ചിറക്കും, ചിലരെ ചെറുപ്പത്തിലേ വിളിച്ചിറക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുമോ? ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവം വാഗ്ദത്തങ്ങളെ പുതുക്കി തരട്ടെ. അബ്രാഹാമിന് വാഗ്ദത്തം പുതുക്കി കൊടുത്തില്ലേ? മിസ്രൈമിൽ പോയ സന്തതികളെ തിരികെ കൊണ്ടുവന്നില്ലേ? ബാബേലിലേക്ക് 70 വർഷം കൊണ്ടുപോയ ആ സന്തതികളെ അടിമയാക്കി കൊണ്ടുപോയ നെബൂഖദ്നേസർ അടിമയാക്കി കൊണ്ടുപോയ ബാബേലിലേക്ക് കൊണ്ടുപോയ സന്തതികളെ ദൈവം മടക്കി കൊണ്ടുവരുന്ന യിരെമ്യാവിൽ കൂടെ, യെശയ്യാവിൽ കൂടെ, ദാനിയേലിൽ കൂടെ പ്രവചനം കൊടുത്ത് തിരികെ കൊണ്ടുവന്നില്ലേ? വാഗ്ദത്തം പുതുക്കി കൊടുത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവദാസനെ ദൈവദാസി, അന്തർഗമന ഘടകക്ഷ എല്ലാവരും ദൂത് ശ്രദ്ധിക്കണമേ. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നീ എത്രയോ പ്രാവശ്യം മരിക്കേണ്ടതായിരുന്നു. കാരണം നീ മരിക്കാതിരുന്നത് അനേകരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചയക്കാനുണ്ട്. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അള്ളപ്പാടിന് വേണ്ടി ദൈവം നിന്നെ വച്ചിരിക്കുക. അതുകൊണ്ട് ചാകണമെന്നുള്ള പദമൊക്കെ മാറ്റി നമുക്ക് ദൈവത്തോടടുക്കാം. വാഗ്ദത്തങ്ങളെ പുതുക്കി കൊടുക്കുന്ന ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല പിതാവേ, പ്രിയ അടിയനിൽ കൂടെ ഈ തിരുവെഴുത്തുകളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുന്ന് വൻ കാര്യങ്ങളെ ചെയ്യണമേ. ദൈവമേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. കൃപ കൊണ്ട് പൊതിയണമേ. ഇത്രത്തോളം വചനം പറയുവാൻ അടിയന് കൃപ തന്നല്ലോ, നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അടിയനെ വചനത്തിൽ കൂടെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും, അപ്പോൾ ജാതി മത സംഘടനാ വ്യത്യാസം എന്നെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവദാസന്മാരെ, അവൻ ലോകമെമ്പാട് ശുശ്രൂഷിക്കുന്ന കർത്തൃവൃത്യന്മാർ, അവരുടെ തലമുറകൾ, അവരുടെ ശുശ്രൂഷകൾ ദൈവം മാനിക്കണം.
ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. സമാധാനം, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനം ഉണ്ടാകട്ടെ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തട്ടെ, അന്യായം മാറട്ടെ. അന്യായം ചെയ്യാതെ വണ്ണം, അനേകരുടെ മനസ്സ് വിഷമിപ്പിച്ച് ഭാരപ്പെടുത്താതെ വണ്ണം നീതിന്യായം നടത്തട്ടെ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പോലീസ് അധികാരികൾ, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർ, മത്സ്യം പിടിക്കുവാൻ പോകുന്നവർ, എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാധാരണ ജനങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് അടിയനെയും കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 3 കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും. തിരുനാമം മഹത്വത്തിനാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. ഗോഡ് ബ്ലസ് യു ആൾ. ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ഈ 2025 ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 26-27 വാഗ്ദത്ത വചനം നിങ്ങൾ കൈക്കൊള്ളുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.